ഗുരുവായൂരപ്പൻ നിവേദിക്കുവാനുള്ള അരി തിരുമേനി വലിച്ചെറിഞ്ഞ കഥ അറിയാമോ? പണ്ട് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഇന്നത്തെ പോലെ തിക്കും തിരക്കും ഇല്ല. ഒന്നിനും പണമടച്ച് രശീതും വാങ്ങണ്ട. തിരുമേനിയും ഭക്തനും നേരിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്തിരുന്ന കാലം. പായസത്തിന് പണം കൊടുത്താൽ പായസം ഉണ്ടാക്കി ഭഗവാൻ നിവേദിക്കുന്ന കാലം. അന്ന് രാവിലെ വലിയ തിരുമേനി പതിവുള്ള ചടങ്ങുകൾ ചെയ്യുകയായിരുന്നു. ഒരു ഭക്തൻ സഞ്ചിയിൽ കുറച്ച് അരിയും ശർക്കരയുമായി വന്നു. കൊച്ചു തിരുമേനി സഞ്ചിയിൽ നിന്നും അല്പം അരി കയ്യിൽ എടുത്തു നോക്കി. ഇത് കൊള്ളില്ല, ഒട്ടും വൃത്തിയുമില്ല, നെല്ലും കല്ലുമെല്ലാം ഉണ്ടല്ലോ, ഇത് എവിടെ വേണ്ട. അയ്യോ, അങ്ങനെ പറയരുത്. ഞാൻ ഒത്തിരി പണിപ്പെട്ട് കുത്തിയെടുത്ത അരിയാണ്. ഇന്നുതന്നെ ഇത് ഭഗവാന് നിവേദിക്കണം. അടിയന്റെ നേർച്ചയാണ്. അടിയനെ സങ്കടപ്പെടുത്തരുത്. പറഞ്ഞിട്ടും സങ്കടപ്പെട്ടിട്ടും ഒരു കാര്യവുമില്ല. ഈ അരി നിവേദിക്കാനുള്ള പായസത്തിന് കൊള്ളില്ല. ആയോ തിരുമേനി, ഇത് സ്വീകരിക്കണം. അടിയന്റെ നേർച്ചയാണ്. തനിക്ക് പറഞ്ഞാൽ മനസ്സിലാക്കില്ലേ, എങ്കിൽ താൻ തന്നെ അങ്ങോട്ട് നിവേദിച്ചോളൂ എന്നും പറഞ്ഞ് സഞ്ചി വാങ്ങി പുറത്തേക്ക് വലിച്ചെറിഞ്ഞു. എന്റെ ഭഗവാനെ എന്ന് ഉറക്കെ കരഞ്ഞുകൊണ്ട് അയാൾ പുറത്തേക്ക് ഓടി. നിലത്തു വീണ ഓരോ അരിമണിയും പെറുക്കി എടുത്ത് നടക്ക് നേരെ നിന്ന് പൊട്ടിക്കരഞ്ഞു ആ പാവം ഭക്തൻ. പിന്നെ സാവധാനം മുന്നോട്ട് നടന്നു. അപ്പോൾ ഒരു കാളവണ്ടിയിൽ കലവും ചട്ടിയുമായി ഒരു കച്ചവടക്കാരൻ അതുവഴി പോകുന്നത് അയാൾ കണ്ടു. കൊച്ചുതിരുമേനി പറഞ്ഞത് അപ്പോൾ ആ പാവം ഭക്തൻ ഓർത്തു. എങ്കിൽ താൻ തന്നെ അങ്ങോട്ട് നിവേദിച്ചോളൂ. വണ്ടിക്കാരനിൽ നിന്നും ഒരു മൺചട്ടി വാങ്ങി ക്ഷേത്രത്തിലെ കുളത്തിൽ പോയി മുങ്ങിക്കുളിച്ച് കുളത്തിന് സമീപം അടുപ്പും കൂട്ടി പായസവും ഉണ്ടാക്കി. അവിടെ അടുത്തുള്ള ഒരു മരത്തിന്റെ ചുവട്ടിൽ അംഗഭംഗം സംഭവിച്ച ഒരു കൃഷ്ണവിഗ്രഹം ആരോ മരത്തിൽ ചാരിവച്ചിട്ടുണ്ടായിരുന്നു. ആ വിഗ്രഹത്തിനു മുൻപിൽ പായസം വച്ച് കണ്ണുകൾ അടച്ച് കരഞ്ഞുകൊണ്ട് തൊഴുതു. അല്പം കഴിഞ്ഞ് കണ്ണു തുറന്നപ്പോൾ മൺചട്ടിയിലെ പായസം ആരോ വാരി എടുത്തതുപോലെ കണ്ടു. ഭഗവാനെ, എല്ലാം നിന്റെ മായ. അയാൾ കരഞ്ഞുകൊണ്ട് ആ പൊട്ടിയ വിഗ്രഹത്തിനു മുന്നിൽ വണങ്ങി. അതേസമയം കൊച്ചുതിരുമേനി ഭഗവാൻ നിവേദിക്കുവാനുള്ള പായസവുമായി തിടപ്പള്ളിയിൽ നിന്നും ഇറങ്ങുമ്പോൾ വാതിൽ പടിയിൽ കാൽ തട്ടി തറയിൽ വീണു. പായസം എല്ലാം നിലത്തുപോയി. ഈ കാഴ്ച കണ്ട് വലിയ തിരുമേനി അത്യന്തം കോപിതനായി. ഇനി ഞാൻ ഭഗവാൻ എന്ത് നിവേദിക്കും? തനിക്ക് കണ്ണ് കാണുകയില്ലായിരുന്നോ എന്ന് ചോദിച്ചുകൊണ്ട് വലിയ തിരുമേനി ശ്രീകോവിലേക്ക് കയറിപ്പോയി. ഭഗവാന്റെ വിഗ്രഹം പെട്ടെന്ന് ഒന്ന് ഞെട്ടിത്തിരിഞ്ഞതുപോലെ വലിയ തിരുമേനിക്ക് തോന്നി. ഒന്നും മനസ്സിലാകാതെ നിന്ന തിരുമേനി അപ്പോഴാണ് ഭഗവാന്റെ മുഖത്ത് പായസം പറ്റിയിരിക്കുന്നത് കണ്ടത്. ആ സമയം ഒരു ചട്ടിയിൽ കുറച്ച് പായസവുമായി ഒരുവൻ കരഞ്ഞുകൊണ്ട് ഓടിവന്നു. നിലത്ത് തെറിച്ചു കിടക്കുന്ന പായസത്തിലേക്കും അയാളുടെ ചട്ടിയിലെ പായസത്തിലേക്കും കൊച്ചു തിരുമേനി മാറി മാറി നോക്കി. കൊച്ചു തിരുമേനിക്ക് എല്ലാം മനസ്സിലായി. ഹേ പുണ്യ ആത്മാവേ, നീ തന്നെയാണ് ഉത്തമനായ ഭക്തൻ, ശ്രീകൃഷ്ണ ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ടവൻ. ഇതെല്ലാം കണ്ടുനിന്ന ഒരു ഭക്തൻ വലിയ തിരുമേനിയോട് നടന്നത് എല്ലാം പറഞ്ഞു. കൊച്ചു തിരുമേനി വലിയ തിരുമേനിയോട് ക്ഷമ പറഞ്ഞു. എന്നോടല്ല, ഭഗവാനോടാണ് ക്ഷമ ചോദിക്കേണ്ടത്. ഒരു ഭക്തന്റെ മനസ്സ് കാണുവാൻ തനിക്ക് കഴിയാതെ പോയല്ലോ. നിറഞ്ഞ ഭക്തിയോടെ ഭഗവാനെ ആര് വിളിച്ചാലും ഭഗവാൻ വിളി കേൾക്കും. ആര് നിവേദിച്ചാലും ഭഗവാൻ അത് സ്വീകരിക്കും. കൊച്ചു തിരുമേനി ക്ഷമ ചോദിച്ചു.